ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ബേബിനെയും കൂട്ടിയിട്ട് ആദ്യമായിട്ട് കുട്ടിൻ്റെ ഉപ്പാൻ്റെ വീട്ടിലേക്ക് പോക്കാന്നിട്ടാ. ഫസ്റ്റിൽ നമ്മൾ ഉപ്പാൻ്റെ വീട്ടിലേക്ക് പോയിട്ടാണ് വേറെ എവിടെയെങ്കിലും ബേബിനെയെല്ലാം കൂട്ടിയിട്ട് പോവുക. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ഷൂട്ടാക്കിയിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ ആരെങ്കിലും നമ്മളെ വ്ളോഗ് ഫസ്റ്റ് ടൈം കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻസിലും നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചിട്ട് എഴുതി അറിയിക്കുക. ഓക്കെ. പിന്നെ ഇപ്പം ഞാൻ ഉമ്മാൻ്റെ വീട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വ്ളോഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം പിന്നെ ഡെയിലി റുട്ടീൻ എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒന്നുമില്ല കേട്ടോ. എല്ലാ ദിവസവും ഒരേപോലെയും എനിക്ക് ആദ്യം. ഇപ്പം എനിക്ക് എല്ലാ ദിവസവും വേറെ വേറെയാണ് കേട്ടോ. കാരണം ഇവൾ രാത്രിക്ക് ഉറങ്ങുകയില്ല കേട്ടോ. ഏകദേശം 2:30-3 മണിയെല്ലാം ആവും. ഇഷു അങ്ങനെ തന്നെയാണ്, ഇഷക്കും ഉറക്കില്ല. ഷെയാനും വലിയ സീനില്ലേനു കേട്ടോ. ആദ്യത്തെ മോനിക്ക് ഇവർ രണ്ടാളും ഉറങ്ങാത്ത കൂട്ടത്തിൽ പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. കാരണം പിന്നെ പോകേണ്ടതാണല്ലോ, വേഗം പോകണമെന്നെല്ലാം വിചാരിച്ചിട്ടാണ് കേട്ടോ എണീറ്റ് വന്നിട്ടുള്ളത്. പക്ഷേങ്കിൽ ഇവർ രണ്ടാളെയും പിന്നെന്താ പറയുക, മൂഡ് അനുസരിച്ചിട്ടായിരിക്കും നമ്മളെ മാറ്റലും പോക്കും എല്ലാം. അപ്പോൾ ഞാൻ എണീച്ച് വന്ന് നമ്മളെ കർട്ടൻ കയറ്റിയിട്ട് നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ എല്ലാം കണ്ട് പല്ല് തേപ്പും ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് മോളെണീറ്റിട്ടുണ്ട്. പിന്നെതാ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നല്ല റൊട്ടി വാട്ടിയും ബൂസ്റ്റും വന്നിട്ടാ. കുറച്ച് കാലമായിട്ട് ബൂസ്റ്റും റൊട്ടി വാട്ടിയാണ് തിന്നൽ. രാവിലത്തെ നമ്മളെ ഇതെന്ന് പറയുകയാണെങ്കിൽ, കടിയെന്ന് പറയുകയാണെങ്കിൽ. കട്ടൻ ചായ എല്ലാം കുറേ കാലമായിട്ടാണ് കണ്ടിട്ട് പൂതിയാണ് കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, ബേബിൻ്റെ പേര് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ്, പിന്നെ അങ്ങ് മറന്നുപോയി. പിന്നെ നമ്മളെ പരിപാടിക്ക് നെയിം ബോർഡ് ഉണ്ടല്ലോ, അതും ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരോട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പേര് പറയാൻ വിട്ടുപോയിട്ടുള്ളത്. അപ്പോൾ ബേബിൻ്റെ പേര് ഷിസ മെഹറിൻ എന്നാണ് കേട്ടോ. രണ്ടാമത്തെ ആൾ ഇഷ മറിയം, ഇവൾ ഷിസ മെഹറിൻ. ഏകദേശം മാച്ചായിട്ടുള്ളൊരു പേരിട്ടതാണ്. എനിക്കിപ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ളൊരു പണി എന്ന് പറയാൻ അങ്ങനെ ഇല്ല കേട്ടോ. മെയിനായിട്ടുള്ള പണി കുട്ടികളെ നോക്കൽ തന്നെയാണ്. അതൊരു വമ്പൻ ടാസ്ക്കാണ് കേട്ടോ. രണ്ടിനെയും ഒന്ന് സെറ്റാക്കി എടുക്കൽ. ഈ ഇടയ്ക്ക് ഓളെ പോയിട്ട് ചൊറയാക്കും കേട്ടോ, കിടക്കാൻ വിടൂല. അങ്ങനെയാണ്. പിന്നെ കുഴപ്പമില്ല, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇന്നത്തെ നമ്മളെ കത്തൽ എന്ന് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ വ്ളോഗിൽ കത്തലെന്നാ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേരല്ല, സോറി, ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. കത്തൽ മീൻസ് ബ്രേക്ക്ഫാസ്റ്റ്, രാവിലത്തെ നാസ്ത. അതിന് നമ്മൾ കണ്ണൂരുകാർ കത്തൽ എന്നാട്ടോ പറയുക. അതെങ്ങനെ നമ്മൾ പറയരുതെന്ന് വെച്ച് കഴിഞ്ഞാലും വായിൽ അതാ വരൂ. നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഡയലോഗല്ലേ നമുക്ക് വരുള്ളൂ. അങ്ങനെ പിന്നെ രാവിലത്തെ പിന്നെ അതായത് കിച്ചൺ ക്ലീനിങ് എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പം മേശയെല്ലാം തുടച്ച് സെറ്റാക്കി അതെല്ലാം ആക്കിയിട്ട് ഞാൻ ഇപ്പുറത്തെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. കുട്ടിനെ ഉറക്കിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഓളാകെ എന്താ പറയുക, കുറച്ച് സമയം ഉറങ്ങും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം തന്നെ എങ്ങനെയെങ്കിലും നമുക്ക് ചെയ്തു തീർക്കേണ്ട പണികളുണ്ടാവില്ല, നമ്മളേതായ കാര്യങ്ങളുണ്ടാവില്ലേ. അപ്പോൾ അതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കണം. ഒരു മിനിറ്റ് വെറുതെ ഇരിക്കാനുള്ളൊരു ടൈം നമുക്ക് കിട്ടൂല. ഓളെൻ്റെ കൈമേലുണ്ടാവും വെറുതെ ഇരിക്കുന്ന ടൈം. അപ്പോൾ അങ്ങനെ ഇന്നലെ രാത്രി ഞാൻ ഇവിടെ വന്നിട്ട് നമ്മളെ ബെഡ്ഷീറ്റെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മളല്ല, മമ്മി. ഉമ്മ ഇന്നലെ ഇവിടെ വന്നിട്ട് മൊത്തത്തിലൊന്ന് പിന്നെ ബെഡ്ഷീറ്റെല്ലാം അയച്ച് ഒന്ന് മണ്ണാമ്പലെല്ലാം കൊട്ടിപ്പിടിച്ച് അടിച്ച് വാരി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ മാത്രമല്ല, കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഇതിലാണ്. എന്തായാലും ഫുഡൊന്നും ഉണ്ടാക്കൽ എന്തായാലും നടക്കൂല. അപ്പോൾ രാത്രി ഇവിടെ കിടക്കാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. പിന്നെ അങ്ങനെ, പക്ഷെ നടക്കുമോയെന്നറിയില്ല കേട്ടോ. നമുക്ക് അവിടെ സെറ്റായി, ഉമ്മാൻ്റെ അടുത്ത് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റെല്ലാം ഇവിടെ അലക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്.
ഇനി എന്താ പരിപാടി? ഇന്ന് പോകുന്നതുകൊണ്ട് ഏതാ ഡ്രസ്സ് ഇടേണ്ടത് എന്നുള്ള കൺഫ്യൂഷനാണ്. ഡ്രസ്സ് ഇടണോ പർദ്ദ ഇടണോ എന്തിടണോ എന്നുള്ള ഫുൾ കൺഫ്യൂഷന്. അപ്പോൾ ഇഷനെയും കൂട്ടിയിട്ട് ഞാൻ ഇപ്പുറത്തേക്ക് വന്നതാണ്. ഇസ്തിരിയെല്ലാം ഇട്ടിട്ട് വെക്കാലോന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ഞാൻ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ കുട്ടീനെ ഫസ്റ്റ് ഞാൻ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഞാനാണ് ഡൗട്ട് ഉണ്ടാവും. ഫസ്റ്റ് അനിയത്തിയാണ് കേട്ടോ. ഈ ഒരു അലമാര തുറന്നേരം ഈ ഒരു മഞ്ഞ ചുരിദാർ ഇടാമെന്ന് വിചാരിച്ചിട്ടാ. ഈ ഒരു ടൈപ്പ് ഓഫ് ചുരിദാർ ഉണ്ടല്ലോ, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പാണ്. എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്തതേനു കേട്ടോ. അപ്പോൾ അതിടാമെന്ന് വിചാരിച്ച് അന്ന് ഇട്ടതാണ്, പിന്നെ ഇട്ടിട്ടില്ലേനു. അങ്ങനെ ചുരിദാർ ഇടൽ വളരെ കുറവാണ്. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് നമ്മൾ അടുത്ത കല്യാണത്തിന് മാത്രമേ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ചുരിദാർ ഇടലുള്ളൂ, കുറച്ച് പാർട്ടി വെയർ ആയിട്ടുള്ളത്. പിന്നെ ബാക്കിയെല്ലാം പോകുമ്പോൾ ഞാൻ തന്നെയാണ് ഇടൽ. പിന്നെ കുറേ കാലമായിട്ട് നമ്മളെ പൂളിൽ വെള്ളം നിറക്കലും ഫിൽറ്ററും ഒന്നും ഇടലില്ലേനു. പിന്നെ അപ്പം അത് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ അത് ചെയ്യാമെന്ന്, കാരണം വെള്ളം ഇവിടേക്കായി പോവല്ലോ. അപ്പം അങ്ങനെ നെക്സ്റ്റ് ഇതാ ഞാൻ ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം നേരെ ഇപ്പുറത്തെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. കുളിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഹീറ്റർ ഓണാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇഷക്കുള്ള ഫുഡ് കൊടുക്കലാണ്. അത് വമ്പൻ ടാസ്ക്കാണ് കേട്ടോ. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യമൊന്നും വലിയ സീനില്ലേനു കേട്ടോ ഇവൾക്ക് ഫുഡ് കൊടുക്കാൻ, കാരണം ഇവൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ മറ്റോളിയും ഇവൾക്ക് ഫുഡ് കൊടുക്കലെല്ലാം എനിക്കൊരു ഭയങ്കര ഒരു ടാസ്ക് ഉള്ള പോലെയാണ്. എന്താ പറയുക ടൈം എടുത്ത് ചെയ്യുന്ന പോലെയാണ് കേട്ടോ. ആദ്യമൊന്നും എനിക്ക് വലിയ സീനില്ലേനു. ഇപ്പോൾ ഓളെ കൊണ്ട് തന്നെ ഫുഡ് കഴിപ്പിക്കലായി. അങ്ങനെ അതിപ്പോൾ അങ്ങനെ തന്നെയായിരിക്കുമല്ലോ. പിന്നെ ഇതാ നമ്മളെ ഫേവറേറ്റ് മറ്റേ ബട്ടർ ബന്ന്, അതിന് അഡിക്റ്റാന്ന് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അത് ഡെയിലി എനിക്ക് 2 എണ്ണം വെച്ചിട്ട് തിന്നണം, എന്നാലേ ഒരു സുഖം കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മളെ എന്താ പറയുക ഇഷക്കുള്ള ഫുഡും കൊടുത്തിട്ട് ഇങ്ങ് വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മളെ തല കുളിക്കുന്ന ദിവസമാണ്. അപ്പോൾ നെയ്യെല്ലാം തേച്ച് ഈ ഒരു ഇതാണ് കേട്ടോ ഞാൻ തേക്കൽ. നല്ല മുടി വളരും, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ വേറൊന്നും കൂടി വളരും കേട്ടോ. അപ്പോൾ ഇന്ന് നെയ്യെല്ലാം തേച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നല്ല അയിലക്കറിയും ഉണ്ട് കേട്ടോ ഇന്നത്തെ നമ്മളെ കത്തലിന്. പക്ഷേങ്കിൽ ഉമ്മ നെയ്പ്പത്തിലായതുകൊണ്ട് മറ്റേ കടലക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നെയ്പ്പത്തിൽ കടലക്കറി, നെയ്പ്പത്തിന് ശരിക്കും പറഞ്ഞാൽ ബീഫ് കറിയാണ് മാച്ച്, പക്ഷേ എപ്പോഴും നെയ്പ്പത്തലിന് ഇറച്ചിക്കറി തന്നെയാണ് കേട്ടോ നമ്മളാക്കൽ. ഇന്നിപ്പോൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് കഴിക്കാനെല്ലാം നല്ല മടിയാണ് കേട്ടോ. എനിക്ക് ഈ ഫുഡിനോടൊന്നും ഇപ്പോൾ തീരെ താല്പര്യമില്ല, എന്താണെന്നറിയില്ല. അത് പണ്ടേ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഫുഡൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഫുഡിനോടെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റും ആയിരിക്കും, എല്ലാ ഫുഡിനും നല്ല ടേസ്റ്റും ഉണ്ടാവും. അങ്ങനെയാണ് ഇപ്പം എനിക്കങ്ങനെ ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ച് കഴിക്കുന്നതല്ലാണ്ട് എനിക്കങ്ങനെ ഇഷ്ടത്തോടു കൂടി ഞാൻ കഴിക്കലില്ല കേട്ടോ. കുറച്ച് ദിവസമായിട്ട് പിന്നെ നല്ലോണം ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ കഴിക്കും അങ്ങനെ. പിന്നെ വെയിറ്റെല്ലാം അത്യാവശ്യം നല്ലോണം കുറഞ്ഞ കേട്ടോ ഞാൻ. എല്ലാവരും എന്നോട് ചോദിക്കും എങ്ങനെയാണ് ഇങ്ങനെ വെയിറ്റ് കുറച്ചതെന്നെല്ലാം. കുറച്ചതല്ല കേട്ടോ, കുറയുന്നതാണ്. അങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി ഞാൻ കുറയും. പണ്ട് ഞാൻ തടിക്കാനുള്ളൊരു മരുന്ന് കുടിച്ചിട്ടാണ് കേട്ടോ തടിച്ചിട്ടുള്ളത്. അല്ലാണ്ട് എൻ്റെ ഒരു ബോഡി ടൈപ്പ് അങ്ങനെയാണ്. ഫുഡ് കഴിച്ചാൽ പിന്നെ വേഗമൊന്നും തടിക്ക് പിടിക്കൂല. പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിലോ അതേപോലെ വേഗം മെലിയുന്നൊരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിടിച്ച് നിർത്തിക്കലാണ് തടിനെ. അങ്ങനെ ഇതുവരെ ഡയറ്റ് ചെയ്യാത്ത ഒരാളുണ്ടെങ്കിൽ ഞാൻ മാത്രമായിരിക്കും കേട്ടോ. അപ്പോൾ തടിക്കാനുള്ള ഡയറ്റ് ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരു ഇതും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ മരുന്ന് കുടിക്കാന്ന് കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഫുഡടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫുൾ ഒച്ചപ്പാടും കലവില എല്ലാം ഉണ്ടാവും, കാരണം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ കുറേ ടൈമും എടുക്കും കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് നിന്നുമ്പോൾ ആണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തിന്നണീച്ച് പോകും. ഇതിപ്പോൾ എല്ലാവരും ഒരുമിച്ചാണെങ്കിൽ കുറേ ടൈം എടുക്കും. 1 മണിക്കൂറിൽ അങ്ങാണ്ട് അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് നേരം കൂട്ടിയിരിക്കാന്ന് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫുഡടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഷീസനെ ഒന്ന് കുളിപ്പിക്കണം. അങ്ങനെ കുളിപ്പിച്ചത് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഉറക്കി കിടത്തിയിട്ട് വേണം എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊരു വൈകുന്നേരം പോകാമെന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ ഉള്ളത്.
പിന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ വരുന്നു എന്നുള്ളത്. കുറേ ആയില്ല അങ്ങോട്ടെല്ലാം പോയിട്ട് അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടേനു. പിന്നെ ബേബിനെയും കൊണ്ട് പോകുമ്പോൾ പറയണമല്ലോ. അപ്പം അങ്ങനെ കടത്തുമ്പോഴത്തേക്ക് കരച്ചിലോട് കരച്ചിലാണ് കേട്ടോ. ഇവള് കടക്കുകയില്ല, തട്ടി ശീലമായിട്ടാണെന്നമ്മോ. നിലത്ത് തട്ടിയാൽ ഓളറിയും, നിലത്ത് കടത്തിയാൽ ഓളറിയും. അങ്ങനെ അപ്പോൾ ഓള ഇപ്പുറത്തുനിന്ന് കുളിപ്പിച്ച് അപ്പുറത്തുനിന്ന് ഡ്രസ്സ് കൊടുത്തിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കൽ തന്നെയാണ് കേട്ടോ. അപ്പുറത്ത് വീടായി കഴിഞ്ഞാലുള്ള എല്ലാവരുടെ അവസ്ഥയും ഇങ്ങനെ തന്നെയായിരിക്കും. തൊട്ടടുത്ത് വീടായി കഴിഞ്ഞാൽ ഒന്നാമത് ഇപ്പോൾ ഡെലിവറി കൂടി ആയിക്കഴിഞ്ഞുകൊണ്ട്, ഡെലിവറി കഴിഞ്ഞതുകൊണ്ടായതുകൊണ്ട് ഞാൻ എന്തല്ല ഈ പറയുന്നത്, അതന്നെ നിങ്ങൾക്ക് ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടുണ്ടാവില്ലേ. പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സ് ഇപ്പുറത്തുണ്ടാവും, ഷീസൻ്റെ അപ്പുറത്തുണ്ടാവും, മിഷൻ്റെ ഇപ്പുറത്തുണ്ടാവും. അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടില്ല എന്നിട്ട് ഉണ്ടാവാം. അപ്പോൾ എങ്ങനെയല്ലോ നമ്മളെ കുളി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ചോറ് തിന്നണം. ചോറും നല്ല മീൻകറിയും പപ്പടവും മീൻ പൊരിച്ചും ഇതെല്ലാം കൂട്ടി നമ്മൾ ചോറ് തിന്നിട്ടുണ്ട്. അങ്ങനെ ചോറും തിന്ന് കുട്ടിനെയും ആടെ ഉറക്കിയിട്ട്, ആടെ ഉറക്കിയിട്ടില്ലല്ലേ, ഇപ്പുറത്ത് തന്നെ ഉള്ളത് എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. നമ്മൾ ഈശയ്ക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഈശയ്ക്കില്ലേ ആദ്യം ഇസ്തിരി ഇട്ടത് ഒക്കെ അങ്ങനെ സെറ്റാകുന്നില്ല, എന്താണെന്നറിയില്ല, മെലിഞ്ഞട്ടവളിപ്പോൾ. അപ്പോൾ വേറൊരു ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനും ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വേഗം പോകണമെന്നെല്ലാം വിചാരിച്ച്, പക്ഷേങ്കിൽ 5-5:15 ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം മഗ്‌രിബ് നിസ്കാരം നേരത്തെ ആയതുകൊണ്ട് രാത്രി കുറേ ഉണ്ടാവും, പിന്നെ വൈകുന്നേരം കുറച്ചേ ഉണ്ടാവും, അങ്ങനെയല്ലോ. പിന്നെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ കൊലപ്പം കൊല ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൊണ്ടുപോകും കേട്ടോ. അതങ്ങനെ ഒരു ചടങ്ങാ പോലും. പക്ഷേ നമ്മളിപ്രാവശ്യം കുറച്ചേ കൊണ്ടുപോയിട്ടുള്ളൂ. ഇങ്ങനെയൊന്നല്ല ഇഷൻ്റെനും ഷയാൻ്റെന് എല്ലാം കറക്റ്റ് ആ ഒരു ഫോളോയിൽ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടേനു കേട്ടോ. മൂന്നാമത്തെയും വീട്ടിൽ കൂടുതലെല്ലാം ചെയ്തുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ വലിയ ഇതൊന്നും ആക്കിയിട്ടില്ല. ഒരു വലിയ ഇതൊന്നും ഇല്ലേനു, എന്താ പറയുക, ആ ഒരു ഫസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഒന്നും നമ്മൾ മൂന്നാമത്തേന് കാണിക്കൂലല്ലോ. അപ്പം അങ്ങനെ മട്ടന്നൂർ കുറേ കാലങ്ങൾക്ക് ശേഷം ഇന്നാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നെയാണ്, അതായത് 45-ാമത്തെ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഞാൻ ഇവിടെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചാലും മുന്നേ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, പക്ഷെ അത് കണ്ണൂരാണ് കേട്ടോ, ഇഷനെല്ലാം കാണിക്കുന്ന ഡോക്ടർ. അപ്പോൾ മട്ടന്നൂർ ഞാൻ 43 ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ മട്ടന്നൂർ കണ്ട ആ ഒരു സന്തോഷത്തിൽ കുറേ വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയിട്ടില്ല, നമ്മൾ ഉമ്മാമ്മനെ കൂട്ടാന്ന് വിചാരിച്ച്. പിന്നെ ഉമ്മാമ്മനോട് ചോദിച്ചു, ഉമ്മാമ്മ വരുന്ന, അപ്പോൾ ഉമ്മാമ്മ പറഞ്ഞാൽ ഞാൻ വരുന്നത്. അങ്ങനെ ഉമ്മാമ്മനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഉമ്മാമ്മനെയും കൂട്ടിയിട്ട് നമ്മളിതാ നേരെ എൻ്റെ മാപ്പിളിൻ്റെ വരക്കേക്ക് പോക്കാന്ന്. ഇവിടെ പോകുമ്പോഴേ കുറച്ച് വ്യൂ കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ. നല്ല രസമാണ്, ഒരു മിനി ഊട്ടി വൈബ് കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഞാൻ എപ്പം പോകുമ്പോൾ ഇതിലേ കൂടി പോകുമ്പോൾ കുറച്ച് വീഡിയോസെല്ലാം എടുക്കും, കാരണം കാണാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 5:45 ആയിട്ടുണ്ട് കേട്ടോ. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. നമ്മളവിടെ കയറി ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക്, ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ബാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഞാൻ ഹസ്ബൻഡ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കും കേട്ടോ. ഞാനിപ്പോൾ വീട്ടിൽ കൂടിയത് കൊണ്ട് പിന്നെ 2 കുട്ടികളെല്ലാം കൊണ്ട് 3 കുട്ടികളെല്ലാം കൊണ്ട് എങ്ങനെ നിൽക്കാനാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ നിന്നിട്ടില്ല, അപ്പടം തിരിച്ചു വരാമെന്ന് കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവിടെ എത്തി നല്ല അടിപൊളി മറ്റേ ഇളനീർ ജ്യൂസെല്ലാം കുടിച്ച് ചായയും കടിയും കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. മെയിനായിട്ട് ഫുഡ് തന്നെയാണല്ലോ, എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഫുഡ് തന്നെയാണല്ലോ മെയിൻ. അപ്പോൾ നല്ല ഇറച്ചിപ്പത്തിലും മുന്നക്കായും പിന്നെ പോളയും ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ചായക്കടിക്ക്. പിന്നെ ഇനി എന്തായാലും നമ്മൾ ചായ കുടിക്കട്ടെ. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയാണ്. നമ്മൾ പോകുന്ന സമയത്ത് കുറച്ച് ചിക്കൻ റോളും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് എൻ്റെ മമ്മിക്ക് ഭയങ്കര നിർബന്ധം എന്തെങ്കിലും കടി ഉണ്ടാക്കിയെടുക്കണമെന്ന്. ഞാൻ പറഞ്ഞാൽ എന്നാക്കിക്കോ. അങ്ങനെ ചിക്കൻ റോളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. കുറേ സമയം സംസാരിച്ച് നേരം കൂട്ടി ടൈം പോയതേ അറിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. നല്ല മുട്ടമാലയും അൽസിയും മന്തിയും ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഫുഡ്. നിങ്ങൾ ഓൾറെഡി കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാണാൻ വേണ്ടിയിട്ട് മാത്രമൊന്നുമില്ല കേട്ടോ. കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, കൂടുതൽ വീഡിയോസ് എടുത്തിട്ടില്ലേനു. ആടുന്ന് നമ്മളൊരു 10:30 ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉമ്മാമാനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തറവാട്ടിലേക്ക് വന്നിട്ടുണ്ട്. തറവാട്ടിലല്ല, ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക്. പിന്നെ ആടെ ഇരുന്നിട്ട് കുറച്ച് സമയം സംസാരിച്ച് നേരം കൂട്ടി ഒരു 11:30 മണിയെല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ. 11:30-11:45 വരെ ആടെ നിന്ന് ഇനി ഇതാ നമ്മൾ നേരെ തിരിച്ച് നമ്മളെ പുരക്കേക്ക് പോക്കാന്ന്. പിന്നെന്താ, വേറൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ വീഡിയോ മാത്രമല്ല, നമ്മൾ വേറൊരു സ്പെഷ്യൽ കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു വ്ളോഗിൽ. നമ്മൾ ബേബിക്ക് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ദിവസം കൂടി ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ടേനു. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ അടക്കിടക്കും. കുറേ കാലങ്ങൾക്ക് ശേഷമായിരിക്കും ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടലുണ്ടാവുക. അപ്പം ഞാൻ എന്താക്കി, ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് ദിവസങ്ങൾ എടുത്ത വീഡിയോസ്, കുറച്ച് ദിവസങ്ങളായിട്ട് എടുത്ത വീഡിയോസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്താ പറയുക, പോയി ഏകദേശം ഒരു 12 മണിയിലായിട്ടുണ്ട് കേട്ടോ. തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് നമ്മളില്ലേ, പോകാൻ കുറച്ച് ലേറ്റ് ആണെങ്കിലും വരാൻ നല്ലോണം ലേറ്റാവും. അങ്ങനെയാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കിട്ടാനാ പണിയുള്ളൂ, പിന്നെ വരാൻ പിന്നെ തീരെ പണിയില്ല. അവിടെ തന്നെ ഇരുന്ന് നേരം കൂട്ടാന്ന് കേട്ടോ ചെയ്യാം. അപ്പോൾ അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. ശരിക്കും നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകുന്നതിന് മുന്നേ പാസ്പോർട്ടിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് അന്നേനു അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത്. കുട്ടീൻ്റെ ഡാഡിക്ക് ഭയങ്കര നിർബന്ധം പെട്ടെന്ന് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോൾ ഒന്നും പോകാനുള്ള ഒരു ഉദ്ദേശവും ഇല്ല കേട്ടോ, കാരണം നടക്കൂല അങ്ങനെ. അപ്പോൾ പാസ്പോർട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച്, പിന്നെ നമുക്ക് വിചാരിക്കുമ്പോൾ പോകാമല്ലോ. ഇപ്പം പോകാൻ പ്ലാനില്ല, ഇൻഷാ അല്ലാ പ്ലാൻ മാറുമെന്നറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പുറക്ക് എല്ലാവരെയും കൂട്ടിയിട്ടാണ് കേട്ടോ വീട്ടിലത്. കാരണം എന്താ ഇതന്നെ, ചോറ് തിന്നിട്ട് വരാമെന്ന് പറഞ്ഞാൽ നല്ല ചോറും കറിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരെയും വലിച്ച് വണ്ടിയിലിട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഞാനെയും ഉമ്മാനെയും ഉപ്പാനെയും എല്ലാവരെയും കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മളിവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ നല്ല അടിപൊളി ചോറും കറിയും സംഭവം എല്ലാം തിന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നേരെ തിരിച്ച് പുറക്കേക്ക് എത്തിയിട്ടുണ്ട്. അന്നത്തെ ദിവസം അത്ര വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇന്ന് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ദിവസം. പിന്നെ ഉപ്പാക്ക് എവിടെയോ പോകാനുണ്ടേനു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടേനു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് എനിക്ക് ഡ്രൈവ് ചെയ്തുകൂടാ. അപ്പോൾ അങ്ങനെ ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട്. വണ്ടി എടുക്കാന്നുള്ള ഒരു ഇതിൽ അങ്ങനെ പോകാമെന്ന് വിചാരിച്ച്. പിന്നെ വലിയ സീനൊന്നുമില്ല കേട്ടോ. നമ്മൾ അപ്പുറത്തെ സീറ്റിലിരിക്കുന്ന പോലെ തന്നെയാണല്ലോ ഇപ്പുറത്തും. ഇനിയിപ്പോൾ ഡെലിവറി കഴിഞ്ഞാൽ പാടും വണ്ടി എടുക്കാവോ എന്നുള്ള ഇതെല്ലാം ഉണ്ടാവും, ചോദിക്കും ആരെങ്കിലെല്ലാം, കമൻസ് വരും. അപ്പോൾ അങ്ങനെ വലിയ സീനൊന്നുമില്ല. നമുക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അടുത്ത് പോകുന്നതിന് വലിയ സീനില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ ഹോസ്പിറ്റല് അവിടെ പാർക്കിങ്ങിലായിട്ട് ഇപ്പുറത്തേക്ക് വന്ന് പാർക്ക് ചെയ്ത് ഇതാ നടന്ന് പോക്കാന്ന് ഇഷിയും ഞാനും ഫസ്നിയും ബേബിയും. ഇന്ന് കാണിക്കേണ്ട ദിവസമാണ്. പിന്നെന്താ, അപ്പോൾ അങ്ങനെ കാണിച്ച് നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോസ് എടുക്കാനുള്ള ഒരു മൂഡൊന്നും എനിക്ക് ഉണ്ടാവലില്ല. ഇന്ന് വേഗം തന്നെ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടേനു കേട്ടോ. പൊതുവേ അങ്ങനെ വേഗം കാണിച്ച് കഴിയലില്ല, കാരണം നമ്മളെ ടോക്കൺ കഴിഞ്ഞിട്ട് എത്തൽ. ഇന്നിപ്പം നമ്മൾ 15 കേട്ടോ നമ്മളെ ടോക്കന്. നമ്മൾ പോകുമ്പം 14 വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ കറക്റ്റ് 15 വിളിക്കുമ്പോൾ നമ്മളവിടെ ഉണ്ടേനു. അങ്ങനെ കറക്റ്റ് വേഗം കാണിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബേബിനെയും കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടേനു. എൻ്റെ എന്തെല്ലോ കുത്തിയെടുത്തിട്ടുണ്ട്, അത് നോക്കണം ഇത് നോക്കണം എന്നെല്ലാം പറഞ്ഞിട്ട്. എനിക്കിപ്പോൾ പനി വരുന്നതുകൊണ്ട് എന്ത് പനിയാണ് വരുന്നതെന്ന് ചെക്ക് ചെയ്യണം പോലും, അതെങ്ങനെയാണ് ഇപ്പോൾ തിരിയുക. അപ്പോൾ പനി വരുന്നത് ഒന്നാമത് ടയേർഡായിട്ടാണ്, പിന്നെ തൊണ്ടവേദന തണുത്ത കുടിച്ചിട്ട് അങ്ങനെ
ഇപ്പോൾ കുഴപ്പമില്ല, അൽഹംദുലില്ലാ എല്ലാം റെഡിയായി വരുന്നുണ്ട്. പക്ഷെ റെഡിയായി നമുക്ക് പറയാൻ പേടിയാണ് കേട്ടോ, കാരണം പിറ്റേന്ന് എന്തെങ്കിലും എല്ലാം ആയിട്ടുണ്ടാവും. അതുകൊണ്ട് അൽഹംദുലില്ലാ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോകുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വന്നിട്ടുള്ളത് MBKയിലേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ചോറും ഇങ്ങനത്തെ കറികളും മീൽസ് അതാണ് കേട്ടോ. നമ്മൾ ഉച്ചക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഇങ്ങനത്തെ മീൽസ് ഐറ്റംസാണ് കേട്ടോ കഴിക്കുക. ബിരിയാണി സാഹചര്യം കൊണ്ട് കഴിക്കുന്നതാണ്, ഇല്ലാത്തതുകൊണ്ട് ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ബിരിയാണി കഴിക്കുക. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇപ്പം തന്നെ സമയം ഏകദേശം ഒരു 2:30-3 മണിയെല്ലാം ആയിട്ടുണ്ട്. ഇന്ന് ചോറുണ്ടേനു കേട്ടോ ഭാഗ്യത്തിന് ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ 2 മണിയാകുമ്പോഴത്തേക്ക് ക്ലോസ് ആവും. അപ്പോൾ കടി വാങ്ങാമെന്ന് വിചാരിച്ച് ഉമ്മാക്കും അവർക്കെല്ലാം നമുക്ക് ചായ കുടിക്കണമല്ലോ വൈകുന്നേരം. ഇത് തന്നെയാണല്ലോ റുട്ടീന്. രാവിലെ എണീക്കുന്നു, കത്തലുണ്ടാക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഉച്ചയ്ക്ക് ചോറുണ്ടാക്കുന്നു, തിന്നുന്നു, വീണ്ടും റെസ്റ്റ് എടുക്കുന്നു, വീണ്ടും ചായ ഉണ്ടാക്കുന്നു, കടിയാക്കുന്നു. ഇതൊക്കെ തന്നെ സെയിം റുട്ടീൻ തന്നെ. അപ്പോൾ നമ്മൾ ചായൻ്റെ കടിയും വാങ്ങിയിട്ട് നേരെ ഇനി പുറക്കേക്ക് പോക്കാന്ന്. പിന്നെ ഇവിടെ എത്തിയാലും ഫ്രൂട്ട്സ് വാങ്ങാമെന്ന് വിചാരിച്ച്. ഫ്രൂട്ട്സ് എന്താ വെച്ചാൽ എനിക്ക് തന്നെ ഇറങ്ങി വാങ്ങണം നല്ല ആഗ്രഹം, കുറേ ആയില്ലേ ഇതെല്ലാം ഇതാക്കിയിട്ട്. അപ്പോൾ നാരങ്ങയും പിന്നെ ഇവിടെ നല്ല അച്ചാർ കിട്ടും കേട്ടോ. ഈ ഫ്രൂട്ട് കടൻ്റെ പേരെനിക്ക് എന്താണെന്നറിയില്ല. ഏതോ ഒരു വ്ളോഗിൽ ഞാനൊരു അച്ചാർ കാണിച്ചിട്ടില്ലേ, മാങ്ങൻ്റെ അച്ചാർ. അത് ഇവിടുന്നാണ് കേട്ടോ വാങ്ങിക്കൽ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെവിടെയാണ് കിട്ടുക എന്നെല്ലാം. അത് എവിടെയാണ് കിട്ടുക, ഇതെവിടെയാണെന്ന് പറയും. ഇപ്പോൾ മട്ടന്നൂർ ജംഗ്ഷൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ഫ്രൂട്ട് കട വരുന്നത്. അയാളെ കണ്ട് നിങ്ങൾക്ക് തിരിയുമല്ലോ. അപ്പോൾ നമ്മൾ ഫ്രൂട്ടെല്ലാം വാങ്ങി നേരെ തിരിച്ച് പുറക്കേക്ക് എത്തിയിട്ടുണ്ട്. സമയം ഇപ്പം ഏകദേശം ഒരു 5-5:15 ആയിട്ടുണ്ട്. പിന്നെന്താ, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പം പോയമ്പാടും ചായ കുടിക്കണം. പിന്നെന്താ, അതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ഇതെന്ന് പറയുകയാണെങ്കിൽ. ഇനിയിപ്പോൾ രാത്രിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റുട്ടീൻ ഇതൊക്കെ തന്നെയാണല്ലോ. അങ്ങനെ നമ്മളെ ചായ കുടി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മളെ സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ മുട്ട സിറിക്കാണ് കേട്ടോ. മുട്ട സിറിക്കും പിന്നെ നെയ്പ്പത്തലിൻ്റെ അരി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ നെയ്പ്പത്തലും മുട്ട സിറിക്കാണ് നമ്മളെ ഇന്നത്തെ ഒരു രാത്രിക്കത്തെ സ്പെഷ്യൽ. നല്ല ബോൾ പോലത്തെ മുട്ട സിറിക്കാണ് കേട്ടോ. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ട സമയത്ത് കുറേ പേര് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻഷാ അല്ലാ ഏതെങ്കിലും എല്ലാം വ്ളോഗിലായിട്ട് കാണിക്കണമെന്നുണ്ട്. പക്ഷേങ്കിൽ നടക്കുന്നില്ല. കാരണം നമ്മൾ പണി വേഗം ഒരുങ്ങാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ പണി വേഗം ഒരുങ്ങൂല. വീഡിയോയിലായിരിക്കും നമ്മളെ കോൺസെൻട്രേഷൻ മൊത്തം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് റെസിപ്പി ഷൂട്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത്. പിന്നെ എപ്പോഴും ഉമ്മ പിയാപ്പിളയെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ് അവരൊന്നും ഇല്ലാണ്ടെന്താ നമുക്ക് മുട്ട സിറുക്ക തിന്നൂടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. എനിക്കിങ്ങനെ ബോൾ പോലെ പൊങ്ങി വരണം, എല്ലാം ഇങ്ങനെ പെർഫെക്റ്റായിട്ട് കിട്ടണം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട സിറുക്കയും നെയ്പ്പത്തിലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെയ്പ്പത്തിൽ നമ്മൾ മിഞ്ഞാന്ന് ചുട്ടേൻ്റെ ബാക്കി കുറച്ച് അരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചുട്ടെടുക്കലാണ്. ഇന്നത്തെ രാത്രിക്കത്തെ ഇത് ഡ്യൂട്ടി എനക്കാന്ന് കേട്ടോ. അപ്പോൾ നമ്മളെ അന്നത്തെ സ്പെഷ്യലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അന്നത്തെ ഫുഡ് അടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇന്ന് വമ്പൻ കോമഡി ആയിരുന്നു. കാരണം ഞാനൊരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് കല്ലുമ്മക്കായി ബാക്കിയുണ്ടായിരുന്നു. ബാക്കിയല്ല, ഞാൻ ഉപ്പാനോട് പറഞ്ഞിട്ട് വാങ്ങിപ്പിച്ചതാണ്. ബാക്കി തന്നെയല്ല കേട്ടോ. ഇന്ന് ഒരു 1 kg കല്ലുമ്മക്കായ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കല്ലുമ്മക്കായ് ബൈറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് തരും ഒരു റെസിപ്പി കിട്ടിയതാണ്. പിന്നെതാ ഈ ഒരു ബ്രേസ്ലെറ്റ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്ലാക്ക് അവിടെ നിന്ന് എടുത്ത് ഇത് MS ഗോൾഡിൽ നിന്നാണ് കേട്ടോ, ഇരിട്ടിന്ന് ഗോൾഡിൻ്റെ ഷോപ്പിൽ നിന്ന്. അടിപൊളിയാണ്. പിന്നെ ഇനിയിപ്പോൾ നമ്മളെ ഇതിലേക്ക് വരാം, കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കല്ലുമ്മക്കായ് ബൈറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് കല്ലുമ്മക്കായ് വാങ്ങിയിട്ടുള്ളത്. അപ്പം ഞാൻ ഫുള്ള് എന്താ പറയുക ഭയങ്കര ഫുഡ് ഉണ്ടാക്കുന്ന ആളെ മാതിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വീഡിയോസെല്ലാം എടുത്തിട്ട് അടിപൊളിയായിരിക്കും എന്നെല്ലാം വിചാരിച്ചിട്ട്.
പക്ഷേ ഇനി മേൽക്കാലം ഈ ഒരു ഐറ്റം ഞാൻ ഉണ്ടാക്കില്ല. എൻ്റെ അടുത്തുനിന്ന് പറ്റിയ അബദ്ധമാണോ അല്ലെങ്കിൽ വീഡിയോസിൽ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ കളവാണോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഇനി മേൽക്കാലം ഞാനിത് ഉണ്ടാക്കില്ല. കല്ലുമ്മക്കായൻ്റെ അരി പോലെ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ കുറച്ച് അരി എടുത്തിട്ട് നെയ്പ്പത്തിന് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കല്ലുമ്മക്കായ് കുറച്ച് നിറക്കാമെന്ന് വിചാരിച്ച് പിന്നെ ആ കല്ലുമ്മക്കായ് ബൈറ്റ്സും ഇത് നെയ്പ്പത്തിന് ഇതിന് നിറക്കാൻ വേണ്ടിയിട്ട് ഈ കിണ്ണത്തിൽ കാണുന്നത്. പിന്നെ ഇനി അത് ഡിവൈഡാക്കിയിട്ട് രണ്ടാക്കണം. അപ്പോൾ പിന്നെ അരിപ്പൊടി വെച്ചിട്ട് സെറ്റാക്കലാണ്. നെയ്പ്പത്തിൻ്റെ ഇനി ഇപ്പം കുഴച്ചെടുക്കുന്നില്ല. നമ്മൾ നെയ്പ്പത്തിൽ ചുടുന്ന സമയത്ത് കുഴക്കാമെന്ന് വിചാരിച്ച് ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. വമ്പൻ കോമഡിയേനു, എന്താ പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ ഇത് കല്ലുമ്മക്കായ് നിറക്കാൻ വേണ്ടിയിട്ട് ഇത് കല്ലുമ്മക്കായ് കട്ട് ചെയ്തിട്ട് നമ്മൾ അരിയിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. ഇതാണെങ്കിൽ ലൂസായിക്കൊണ്ടിരിക്കലാണ്, നമ്മൾ പൊടിയിട്ടിട്ടും ഇട്ടിട്ടും റെഡിയാവുന്നേ ഇല്ല. ഇതാണ് ബൈറ്റ്സ്. നമ്മൾ ഇറച്ചി അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഇനി മേൽക്കാലം ആ ഒരു ഐറ്റം ഞാൻ ഉണ്ടാക്കൂല കേട്ടോ. കാരണം എന്താ പറയുക, ഒരു ടേസ്റ്റും ഉണ്ടായിട്ടില്ല. എല്ലാവരും കോമഡി ചെയ്യുന്നു കേട്ടോ, എന്തെന്നാ ഈ ഉണ്ടാക്കി വെച്ചിന് എന്നുള്ളത്. ഉപ്പ പറഞ്ഞ നീ എന്നാ ഉണ്ടാക്കി തോക്ക് ഉണ്ടാക്കിയില്ലേന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കി ഒരു ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് മതി, അത് തിന്നലും നടക്കില്ല. ഒന്ന് തിന്നേരം തന്നെ എൻ്റെ ക്ഷീണം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയ്പ്പത്തിലിന് കുഴച്ചെടുത്തിട്ട് ഒരു 2-3 നെയ്പ്പത്തിലും കൂടി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച്. കല്ലുമ്മക്കായ ആണെങ്കിൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നെയ്പ്പത്തിലും കല്ലുമ്മക്കായും പിന്നെ നമ്മളെ വെടിയുണ്ടിയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ. ഇനി മേൽക്കാലം ആരും ട്രൈ ചെയ്യേണ്ട കേട്ടോ, എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോ. എൻ്റെ അടുത്ത് നിന്ന് അരി കൂടിപ്പോയതാണോ അല്ലെങ്കിൽ ഇറച്ചി കുറഞ്ഞു പോയതാണോ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ വേറൊരു രസമാണ് കേട്ടോ, നമ്മളെ കസിൻ്റെ കല്യാണം വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് കല്യാണം നിശ്ചയിക്കണം കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോകുന്നൊരു സീനാണ് നിങ്ങൾ കാണുന്നത്. പിന്നെന്താ, അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഏകദേശം ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെ വ്ളോഗ് ഏകദേശം ഇവിടെ കഴിയാനായിട്ടുണ്ട്. പിന്നെ അവിടെ എത്തിയിട്ട് അങ്ങനെ കൂടുതൽ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ആ ഒരു വ്ളോഗ് എടുക്കുന്നതിൻ്റെ ഒരു ഇതങ്ങ് ടച്ച് പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് എവിടെയാണ് തുടങ്ങേണ്ടതെന്ന് എനിക്ക് ഒരു തിരിയുന്നില്ല. ഇൻഷാ അല്ലാഹ് എനിക്ക് കല്യാണ വ്ളോഗെല്ലാം അപ്ലോഡ് ആക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. വീഡിയോസ് എടുത്തിനെങ്കിൽ എന്തായാലും ഷെയർ ആക്കാം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ളോഗിൽ എപ്പോഴെങ്കിലും എല്ലാം ആയിട്ട് കാണാം. അപ്പം ഇൻഷാ അല്ലാഹ് ബൈ.